പണ്ട് 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 മാളവം എന്നു പേരായ ഒരു രാജ്യത്ത് മാളവൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം രാജ്യതന്ത്രജ്ഞനും പ്രജാവത്സലനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഗണേശനാഥൻ എന്നു പേരായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. മന്ത്രിയുടെ സഹായത്തോടെ രാജാവ് രാജ്യഭരണം നന്നായിട്ട് നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ രാജാവിന് ഒരു ദുഃഖമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സുന്ദരിയായ ഗുണവതിയായ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ മക്കളുണ്ടാകയാൽ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം അതിസുന്ദരിയായ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. ഈ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഭാര്യയ്ക്ക് ആദ്യ ഭാര്യയേക്കാൾ സൗന്ദര്യം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന് ഈ രണ്ടാമത്തെ ഭാര്യയോട് വളരെ താല്പര്യമുണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. പോകെ പോകെ അദ്ദേഹത്തിന് തൻ്റെ ആദ്യ ഭാര്യയോട് ഒട്ടും ഇഷ്ടമില്ലാതായി. തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ട് മറ്റൊരു കൊട്ടാരം നിർമ്മിച്ച് അദ്ദേഹം തൻ്റെ ആദ്യ ഭാര്യയെ അങ്ങോട്ട് താമസിപ്പിച്ചു. അവരെ കാണാൻ അദ്ദേഹം അങ്ങോട്ട് പോകാതായി. ഈ അവഗണന ആദ്യത്തെ രാജ്ഞിയെ വളരെയധികം ദുഃഖിപ്പിച്ചെങ്കിലും മറ്റൊരു മാർഗവുമില്ലാഞ്ഞതിനാൽ അവർ ആ സങ്കടം സഹിച്ച് അങ്ങനെ കഴിഞ്ഞു പോന്നു. രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടും രാജാവിന് മക്കളുണ്ടായില്ല. അതോടെ അദ്ദേഹത്തിന് വലിയ വിഷമമായി. അപ്പോൾ ഗുരുജനങ്ങളോടൊക്കെ അദ്ദേഹം വിളിച്ച് ഉപദേശം ആരാഞ്ഞപ്പോൾ തപസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് കേട്ടു. അങ്ങനെ പുത്ര സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാജാവ് കാട്ടിൽ പോയി തപസ് ചെയ്തു. വളരെ കഠിനമായിട്ട് അദ്ദേഹം വളരെ കാലം തപസ് ചെയ്തു. പരമശിവനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ചൂട് കാരണം കാട് കത്തിയെരിഞ്ഞു തുടങ്ങി. മൃഗങ്ങളൊക്കെ പേടിച്ച് ദൂരേക്ക് ഓടി മാറി തുടങ്ങി. കൈലാസത്തിൽ പോലും ആ ചൂടെത്തി. ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിൽ പ്രസാദവാനായിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മാളവ മഹാരാജാവിന് ഒരു മാമ്പഴം ദാനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതി, നിനക്ക് ഗുണവാനായൊരു മകനുണ്ടാവുമെന്ന് പറഞ്ഞു. മഹാരാജാവ് ഈ മാങ്ങയും കൊണ്ട് കൊട്ടാരത്തിലെത്തിയിട്ട് തനിക്ക് പ്രിയപ്പെട്ട ഇളയ രാജ്ഞിക്ക് ഈ മാമ്പഴം കൊടുത്തു. തൻ്റെ സൗന്ദര്യം കൊണ്ടും തന്നോട് ഭർത്താവിനുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും കുറച്ച് ഗർവുണ്ടായിരുന്നു ഈ രണ്ടാമത്തെ രാജ്ഞിക്ക്. അവർ ആ മാമ്പഴം കയ്യിലിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിച്ചിട്ട് അത് ജനലിലൂടെ പുറത്തേക്ക് കളഞ്ഞു. അവിടെ ഒരു ജോലിക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. അവർ ഈ നീരൂറ്റി കുടിച്ചതിന് ശേഷം ബാക്കി വന്ന മാങ്ങ എടുത്ത് മൂത്ത രാജ്ഞിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മഹാരാജാവിന് സന്താനമുണ്ടാകാനായിട്ട് ശ്രീ പരമേശ്വരൻ ദാനം ചെയ്ത മാങ്ങയാണ്. ഇളയ രാജ്ഞി ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിച്ച് തൃപ്തിയായിട്ട് ഇത് പുറത്ത് കളഞ്ഞു. ഞാൻ അത് അവിടത്തേക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് വളരെ ദിവ്യമായൊരു മാങ്ങയല്ലേ, അതങ്ങനെ എറിഞ്ഞു കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ മൂത്ത രാജ്ഞി അത് കയ്യിലെടുത്ത് നോക്കി, അതിലൊട്ടും നീരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ആ മാങ്ങ മുറിച്ചിട്ട് അതിൻ്റെ മാങ്ങാണ്ടി കഴിച്ചു. മാങ്ങയുടെ വിത്ത് അതെടുത്ത് കഴിച്ചു. അതിനുശേഷം അതിൻ്റെ തോലും മാങ്ങയണ്ടിക്ക് ചുറ്റുമുള്ള കട്ടിയുള്ള തോലും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് കഴിക്കാൻ കൊള്ളാത്ത സാധനങ്ങളായതുകൊണ്ട് ഈ രാജ്ഞി അത് പുറത്തേക്ക് കളഞ്ഞു. ഈ വേലക്കാരിക്ക് വളരെ കാലമായിട്ട് മക്കളില്ലാതിരിക്കുകയായിരുന്നു. അവർക്ക് ഒരു കുട്ടി ഉണ്ടാകണം എന്ന് കൊതിച്ചിരിക്കുന്ന സമയത്താണ് ഈ രാജ്ഞി ഈ മാങ്ങയുടെ തോല് കളയുന്നത് കണ്ടത്. തനിക്ക് കുട്ടികളുണ്ടാകാൻ ദൈവം അനുഗ്രഹിച്ചാലോ എന്ന് കരുതി അവർ ആ മാങ്ങയുടെ തൊലി എടുത്ത് കഴിച്ചു. ബാക്കിയുണ്ടായിരുന്നത് മാങ്ങയണ്ടിയുടെ പുറത്തുള്ള കട്ടിയുള്ള പുറന്തോടാണ്. അത് പുറത്ത് കിടക്കുമ്പോൾ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു പട്ടിയും അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരയും ആ തോടിൻ്റെ കഷ്ണങ്ങൾ കടിച്ചു പറിച്ചു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം രാജാവിൻ്റെ ഇളയ രാജ്ഞി 2 ആൺകുട്ടികൾക്ക് ജന്മം നൽകി. വേലക്കാരിക്കും ഉണ്ടായി ഒരു മകൻ. കുതിരയും പ്രസവിച്ച് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയുണ്ടായി. പട്ടിക്കുമുണ്ടായി ഒരു കുട്ടി. മൂത്ത രാജ്ഞിയുടെ പേര് കനകലത എന്നായിരുന്നു. ഇളയ രാജ്ഞിയുടെ പേര് സാസൂയ. സാസൂയ എന്ന രാജ്ഞി പ്രസവിച്ചതിന് അടുത്ത ദിവസം തന്നെയാണ് കനകലത എന്ന രാജ്ഞിയും പ്രസവിച്ചത്. തൻ്റെ മൂത്ത രാജ്ഞി ഗർഭവതിയായതോ പ്രസവിക്കുന്നതോ ഒന്നും രാജാവ് അറിഞ്ഞതേയില്ല. മൂത്ത രാജ്ഞി പ്രസവിച്ചത് പക്ഷേ മനുഷ്യക്കുട്ടിയായിരുന്നില്ല, ഒരു ആമക്കുഞ്ഞിനെയായിരുന്നു. രാജ്ഞിക്ക് വലിയ വിഷമമായിപ്പോയി. സ്വയമേ ഒരു ഭാഗ്യം കെട്ടവളാണ് എന്ന് വിചാരിച്ചിരുന്ന രാജ്ഞിക്ക് ഇതും കൂടി ആയപ്പോൾ വലിയ ദുഃഖമായിപ്പോയി. ഇളയ രാജ്ഞിക്ക് വളരെ ഓമനത്തമുള്ള 2 ആൺകുട്ടികളുണ്ടായ കാര്യം രാജ്ഞി അറിഞ്ഞിരുന്നു. കൊട്ടാരത്തിലെ ജോലിക്കാരിക്കും കുതിരയ്ക്കും പട്ടിക്കും ഒക്കെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നു. പക്ഷെ തനിക്ക് മാത്രം ഒരാമ. രാജ്ഞി ദുഃഖം സഹിക്കാൻ വയ്യാതെ കുറേ നേരം കരഞ്ഞു. ഇക്കാര്യം തൽക്കാലം ആരെ അറിയിക്കണ്ട എന്ന് രാജ്ഞി കരുതി. അങ്ങനെ തനിക്കുണ്ടായ മകനെ
കൊട്ടാരത്തിലെ ഒരു മുറിയിൽ രാജ്ഞി ഒളിപ്പിച്ചു വെച്ചു. തനിക്ക് 2 ആൺമക്കളുണ്ടായ കാര്യത്തിൽ രാജാവിന് വലിയ സന്തോഷമായിരുന്നു. പുത്രന്മാർക്ക് യഥാകാലം വിദ്യാഭ്യാസവും ആയുധാഭ്യാസങ്ങളും ഒക്കെ നൽകി. 16 വയസ്സായപ്പോൾ ചടങ്ങനുസരിച്ച് മൂത്ത മകനെ യുവരാജാവാക്കുകയും ചെയ്തു. ഇളയ മകനും മൂത്ത മകനും രാജാവിന് രാജ്യകാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് കനകലത എന്ന മൂത്ത രാജ്ഞി തനിക്കുണ്ടായ ആമക്കുഞ്ഞിന് പാലും പഴവും കൊടുത്തായിരുന്നു വളർത്തുന്നത്. മനുഷ്യക്കുഞ്ഞല്ലെങ്കിലും അമ്മ അതിനെ വളരെയധികം സ്നേഹിച്ചു. അങ്ങനെ ആമക്കുഞ്ഞിനും 16 വയസ്സായി. പക്ഷേ പാലും പഴവും മാത്രമല്ല ഈ കുഞ്ഞിന് വിശപ്പുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഈ മൂത്ത മഹാരാജ്ഞി ഓർത്തില്ല. അവരെപ്പോഴും ആമയ്ക്ക് കുറച്ച് പാലും പഴവും മാത്രം കൊടുത്തു പോന്നു. യഥാർത്ഥത്തിൽ ഈ ആമയുടെ തോടിനകത്ത് സുന്ദരനായൊരു കുഞ്ഞുണ്ടായിരുന്നു. അവന് യഥേഷ്ടം മനുഷ്യരൂപം പ്രാപിക്കാൻ കഴിവുണ്ടായിരുന്നു. അത് അവൻ്റെ അമ്മ അറിഞ്ഞിരുന്നില്ല. ഈ കുഞ്ഞിന് ആമത്തോടിനുള്ളിലിരുന്ന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അമ്മ കൊടുക്കുന്ന പാലും പഴവും അതിന് മതിയാകാതെ വന്നു. അതുകൊണ്ട് രാത്രിയാവുമ്പോൾ കൊട്ടാരത്തിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആ കുട്ടി ആമത്തോടിനുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് അടുക്കളയിൽ ചെന്ന് അവിടെ ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അവൻ വീണ്ടും ആമത്തോടിനകത്ത് വന്നിരിക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. കൊട്ടാരത്തിലെ ജോലിക്കാർ രാജ്ഞിയോട് സ്ഥിരമായിട്ട് അടുക്കളയിൽ നിന്ന് ഭക്ഷണം മോഷണം പോകുന്നുണ്ട് എന്ന് പരാതി പറഞ്ഞു തുടങ്ങി. കൊട്ടാരവാതിലുകളൊക്കെ ഭദ്രമായിട്ട് അടച്ചിരിക്കുകയാണ്. പുറത്തു നിന്ന് ആരും വന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അകത്തുള്ള ആരോ ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് രാജ്ഞിക്ക് മനസ്സിലായി. ഇതാരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രാജ്ഞി ഒരു ദിവസം ഉറങ്ങാതിരുന്നു. അപ്പോഴാണ് തൻ്റെ മകൻ ആമത്തോടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി അടുക്കളയിൽ ചെന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്മ അത്ഭുതപ്പെട്ടുപോയി. സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ വളരെയധികം സൗന്ദര്യവും തേജസ്സുമുള്ള ഒരു കുട്ടിയായിരുന്നു അത്. അമ്മ ഇങ്ങനെ 2 ദിവസം മകൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കണ്ടു. 3-ാമത്തെ ദിവസം അവൻ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ആ ആമത്തോടെടുത്ത് ദൂരെ കളഞ്ഞു. അത് കുളത്തിൽ കൊണ്ടുപോയി മുക്കിക്കളഞ്ഞു. കുട്ടി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ അവിടെ തൻ്റെ തോടില്ല. അങ്ങനെ അവന് തിരിച്ച് ആമയാകാൻ പറ്റാതായി. അവന് ആ തോട് നോക്കി അവിടെ എല്ലാം നടന്നു. അപ്പോൾ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്ന രാജ്ഞി അവനോട് ചോദിച്ചു, കുഞ്ഞെ, നീ എന്താണ് നോക്കുന്നത്? നിൻ്റെ ആമത്തോടാണോ? ഞാനതെടുത്ത് ദൂരെ കളഞ്ഞു. നീ എന്തിനാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത്? നീ എന്തുകൊണ്ടാണ് എൻ്റെ മുന്നിൽ വെറും ഒരു ആമയായിട്ട് ഇത്ര കാലം ജീവിച്ചത്? 16 കൊല്ലം ഞാൻ നിന്നെ ചൊല്ലി എത്രമാത്രം വേദനിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, കുറച്ച് കാലം കൂടി എനിക്കിങ്ങനെ വേഷം മാറി നടക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ രൂപം മറ്റുള്ളവരെ കാണിച്ചോളാം. അമ്മ ആ തോടെടുത്ത് കളഞ്ഞത് ഒട്ടും ശരിയായില്ല. പക്ഷേ എന്തായാലും അമ്മ അങ്ങനെ ചെയ്തു പോയല്ലോ. അതുകൊണ്ട് ഇനി നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ദേഹത്ത് മുഴുവൻ കരി തേച്ച് പിടിപ്പിക്കണം. കരി തേച്ച് എൻ്റെ തേജസ് മറയ്ക്കാതെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റില്ല. അമ്മ സമ്മതിച്ചു. അങ്ങനെ അമ്മ അന്ന് മുതൽ ഈ കുട്ടിയുടെ ദേഹം മുഴുവൻ കരി തേച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. അവനെ ആരെങ്കിലും യാദൃശ്ചികമായി കണ്ടാൽ തന്നെ കറുകറുത്ത ഒരു കാട്ടാളക്കുട്ടിയാണെന്നേ തോന്നുകയുള്ളൂ. ഈ കുട്ടിക്ക് ഒരുപാട് ദിവ്യശക്തികളുണ്ടായിരുന്നു. മാത്രമല്ല തൻ്റെ സൃഷ്ടാവായ പരമശിവൻ്റെ പരമഭക്തനുമായിരുന്നു അവൻ. പരമശിവൻ നാരദനെ നേരിട്ടയച്ച് ഇവന് വിദ്യകൾ അഭ്യസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇതൊക്കെ കൊണ്ട് അമ്മയ്ക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു അവൻ്റെ കാര്യത്തിൽ. പക്ഷെ അവൻ എപ്പോഴും ദേഹത്തിങ്ങനെ കരി തേച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഈ സമയത്ത് ഹിമാലയത്തിൽ അതിതേജസ്വിനിയായ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് മാളവ മഹാരാജാവ് പറഞ്ഞു. അദ്ദേഹത്തിന് അവളെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം തോന്നി. അദ്ദേഹം തൻ്റെ 2 ആൺമക്കളെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യം സാധിക്കേണ്ടതുണ്ട്. ഹിമാലയ പർവ്വതത്തിൽ ലോകസുന്ദരിയായ ഒരു യുവതി വസിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എനിക്ക് അവളെ ഭാര്യയാക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹിമാലയത്തിലേക്ക് പോയിട്ട് അവളെ കണ്ടുപിടിച്ച് വിളിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരണം. ശ്രീരാമൻ, ഭാർഗവരാമൻ, പുരൂരവസ തുടങ്ങിയ എത്രയോ രാജാക്കന്മാർ സർവ്വവും ഉപേക്ഷിച്ച് അവരുടെ പിതാക്കന്മാരുടെ ആജ്ഞ അനുസരിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളും എനിക്ക് വേണ്ടി ഹിമാലയത്തിൽ പോയി ഈ സുന്ദരിയെ കൊണ്ടുവരണം. തങ്ങളുടെ പിതാവിൻ്റെ മുന്നിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു അവസരമായിട്ട് രാജകുമാരന്മാർ ഇത് കരുതി. അവർ ഹിമാലയത്തിലേക്ക് പോകാൻ തയ്യാറായി. ഇത് മൂത്ത രാജ്ഞിയുടെ മകനായ നമ്മുടെ കൂർമ്മകുമാരനും അറിഞ്ഞു. കൂർമ്മകുമാരൻ എന്ന് പറയുന്നത് അവൻ ആമയുടെ തോടിനകത്തു നിന്ന് വന്നതുകൊണ്ടാണ്. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, അച്ഛന് ഒരാഗ്രഹമുണ്ട്. അദ്ദേഹം ഹിമാലയ പർവ്വതത്തിലിരിക്കുന്ന ഒരു വനിതാ രത്നത്തെ ആഗ്രഹിക്കുന്നുണ്ട്.
അവളെ കൊണ്ടുവരുന്നതിനായിട്ട് ഇളയമ്മയുടെ പുത്രന്മാർ പോകുന്നുണ്ട്. അവരെ കൊണ്ട് ഇത് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ കൂടി അവരുടെ കൂടെ പോയിട്ട് അത് സാധിച്ചു കൊടുത്തിട്ട് വരാം. ഞാൻ വരുന്നത് വരെ അമ്മ വിഷമിക്കാതെ ഇരിക്കണം. അമ്മ സമ്മതിച്ചു. അങ്ങനെ തൻ്റെ ഇളയമ്മയുടെ മക്കളായ രാജകുമാരന്മാർ പോകുന്ന പിന്നാലെ ദേഹം മുഴുവൻ കരിയൊക്കെ അരച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് കൂർമ്മകുമാരനും പുറപ്പെട്ടു. അവനെ കണ്ടപ്പോൾ ഒരു കാട്ടാളനാണ് എന്നാണ് അവൻ്റെ മുൻപേ പോയ രാജകുമാരന്മാർ കരുതിയത്. അവനെ കൂടെ കൂട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിക്കാൻ ഉതകും എന്ന് അവർ കരുതി. അതുകൊണ്ട് അവനെ കൂടെ കൂട്ടി. അങ്ങനെ 3 പേരും കൂടി കുറേ ദൂരം മുന്നോട്ട് പോയി. അപ്പോൾ ഒരു നദീതീരത്തെത്തി. ആ നദിക്ക് മഞ്ഞ നിറമായിരുന്നു. ആ നദി എങ്ങനെ കുറുകെ കിടക്കും എന്നോർത്ത് അവരിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ നമ്മുടെ കൂർമ്മകുമാരൻ ചെന്ന് അടുത്ത് നോക്കി. അത് ഒരു നദിയായിരുന്നില്ല, അത് മഞ്ഞൾ വെള്ളം ഒഴുകി പോവുകയായിരുന്നു. കൂർമ്മകുമാരൻ ഒറ്റ ചാട്ടത്തിന് ആ നദിയുടെ മറുകരയിലെത്തി. നോക്കുമ്പോൾ അവിടെ ഒരു പലക നാട്ടിയിട്ടുണ്ട്. ഈ ജലത്തിലിറങ്ങാതെ ഇക്കരെ എത്തുന്നവനെ ഞാൻ വിവാഹം കഴിക്കുന്നതാണ് എന്നായിരുന്നു അതിലെഴുതി വെച്ചിരുന്നത്. മാത്രമല്ല, ആരെങ്കിലും നദി കടന്നു വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാവൽ ഭടനെയും നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജകുമാരി മഞ്ഞൾ തേച്ച് കുളിക്കുന്ന വെള്ളമായിരുന്നു ആ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത്. അവിടെ കാവൽ നിർത്തിയിരുന്ന സേവകൻ കൂർമ്മകുമാരനെയും വിളിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവനെ കണ്ടാൽ കറുത്തിരുണ്ട ഒരു കാട്ടാളനെ പോലെ ഇരുന്നെങ്കിലും അവൻ്റെ സംസാരവും അവൻ്റെ പെരുമാറ്റവും രാജകൊട്ടാരത്തിലെ എല്ലാവരെയും ആകർഷിച്ചു. അവനെ കറുത്ത വേഷക്കാരനായി കണ്ടതിൽ കുറച്ച് വിഷമമുണ്ടെങ്കിലും തൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് അവനെ വിവാഹം കഴിക്കാൻ അവിടുത്തെ രാജകുമാരി തീരുമാനിച്ചു. നല്ല കാരിരുമ്പ് പോലെ കറുത്ത അവനുമായിട്ട് സംഭാഷണം ചെയ്തപ്പോൾ അവന് വെറും ഒരു കാട്ടാളനല്ല എന്നും വളരെ ശ്രേഷ്ഠനായ അറിവുള്ള ഒരാളാണെന്നും രാജകുമാരിക്ക് മനസ്സിലായി. ആ രാജകുമാരിയുടെ പേര് കാന്തിമതി എന്നായിരുന്നു. കൂർമ്മകുമാരൻ കാന്തിമതിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച അന്ന് തന്നെ കാന്തിമതിയോട് താൻ ആരാണെന്നും തൻ്റെ ഉദ്ദേശം എന്താണെന്നും കൂർമ്മകുമാരൻ വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടും. ഹിമാലയത്തിൽ പോയി എൻ്റെ അച്ഛന് വേണ്ടി ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊണ്ടുവരാതെ എനിക്ക് നിൻ്റെ കൂടെ താമസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞ് 28 ദിവസമായിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ എന്നെ അന്വേഷിച്ച് ഹിമാലയത്തിലേക്ക് വരണം. കാന്തിമതി സമ്മതിച്ചു. ഇതേ സമയം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാട്ടാളൻ ഈ മഞ്ഞ നിറമുള്ള നദി ചാടിക്കടന്ന് പോയിട്ട് തിരിച്ച് കാണാഞ്ഞതുകൊണ്ട് മാളവ രാജാവിൻ്റെ മക്കളായ 2 രാജകുമാരന്മാരും മുന്നോട്ട് യാത്ര തുടർന്നിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ തങ്ങളുടെ പിന്നാലെ കൂർമ്മകുമാരൻ ഓടി വരുന്നത് അവർ കണ്ടു. അവൻ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ രാജകുമാരി വിവാഹം കഴിച്ച കാര്യം അവരോട് പറഞ്ഞു. അതോടെ ഇവർക്ക് അവനോട് വലിയ അസൂയായി. കറുത്ത് കരിവീട്ടി പോലിരിക്കുന്ന ഇവൻ അവനൊരു രാജകുമാരൻ പോലും അല്ല. അവന് ഒരു രാജകുമാരിയെ കിട്ടിയിരിക്കുന്നു. കൂടെ വന്ന തങ്ങളാണെങ്കിൽ ഇപ്പോഴും അലഞ്ഞു നടക്കുകയാണ്. എന്തായാലും അവരൊന്നും മിണ്ടാതെ മുന്നോട്ട് യാത്ര തുടർന്നു. കൂർമ്മകുമാരൻ പിന്നാലെ പോയി. കുറേ ദൂരം ചെന്ന് അവർ മറ്റൊരു രാജ്യത്തെത്തി. ആ നഗരത്തിൻ്റെ കവാടത്തിൽ ഒരു സേവകൻ നിൽപ്പുണ്ടായിരുന്നു. പുതുതായി ആ നഗരത്തിലേക്ക് 3 ആൾക്കാർ വരുന്നത് കണ്ട സേവകൻ അവരെ സമീപിച്ചു. എന്നിട്ട് ഓരോ നാണയങ്ങളെടുത്ത് 3 പേരുടെ കയ്യിലും പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പണം കൊണ്ട് വിറകും എണ്ണയും ഇലയും വാങ്ങിത്തരണം, കാശും മടക്കിത്തരണം. അത് നിങ്ങൾക്ക് കഴിയുമോ? 2 രാജകുമാരന്മാരും ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കയ്യിലിരുന്ന നാണയം രാജഭടനെ തിരിച്ചേൽപ്പിച്ചു. എന്നാൽ കൂർമ്മകുമാരനാണെങ്കിൽ ആ നാണയവും കൊണ്ട് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു എള്ള് ചെടി പറിച്ച് ആ ഭടനെ വിളിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് എള്ളാണ്, ഇതിൽ നിന്ന് വിറകും എണ്ണയും ഇലയും കിട്ടും. ഇത് പറിച്ചെടുത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ പണം ചിലവായില്ല, അതുകൊണ്ട് ഇത് നിങ്ങളെടുത്തോളൂ. അങ്ങനെ ആ നാണയവും അയാൾക്ക് തിരിച്ചു കൊടുത്തു. ഉടൻ തന്നെ രാജഭടൻ കൂർമ്മകുമാരനെ വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു. ഒരു കാശ് വാങ്ങി എണ്ണയും ഇലയും വിറകും തന്നിട്ട് കാശും മടക്കിത്തരുന്ന ആൾക്ക് രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു ആ രാജ്യത്തെ രാജാവിൻ്റെ തീരുമാനം. സേവകൻ കൂർമ്മകുമാരനെ രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. അവിടെയും കൂർമ്മകുമാരൻ്റെ പെരുമാറ്റവും അവൻ്റെ ബുദ്ധിയും രാജാവിനെ ആകർഷിച്ചു. അദ്ദേഹം തൻ്റെ മകളെ, അവളുടെ പേര് കോകില എന്നായിരുന്നു, കോകിലയെ കൂർമ്മകുമാരന് വിവാഹം കഴിച്ചു കൊടുത്തു. കൂർമ്മകുമാരൻ കോകിലയോടും തൻ്റെ സത്യാവസ്ഥ പറഞ്ഞു. അതിനുശേഷം താനിപ്പോൾ യാത്ര പുറപ്പെടുമെന്നും താൻ യാത്ര പുറപ്പെട്ട 8 ദിവസത്തിന് ശേഷം തിരിച്ചു വന്നില്ലെങ്കിൽ തന്നെ അന്വേഷിച്ച് ഹിമാലയത്തിലേക്ക് വരണമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു. പിന്നെയും മുന്നോട്ട് പോയി. കുറേ ദൂരം ചെന്നു. അടുത്ത നഗരത്തിലെത്തി. ആ നഗരത്തിൻ്റെ കവാടത്തിൽ ഒരു ഭടൻ ഒരു എഴുത്തോലയും എഴുത്താണിയുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ചെല്ലുന്ന ആൾക്കാരെ എല്ലാം ഈ എഴുത്തോല കാണിച്ചിട്ട്
അതിലെഴുതിയിരിക്കുന്ന കവിതയുടെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ ആ ഭടൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇളയ രാജ്ഞിയുടെ പുത്രന്മാർ സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ളവരായതുകൊണ്ട് അവർക്ക് ഈ കവിതയുടെ അർത്ഥം മനസ്സിലായില്ല. എന്നാൽ നാരദൻ്റെ ശിക്ഷണത്തിൽ വിദ്യ അഭ്യസിച്ച കൂർമ്മകുമാരന് ആ കവിതയുടെ അർത്ഥം വളരെ പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം എഴുത്തോല വാങ്ങി അതിൽ ആ കവിതയുടെ അർത്ഥം നല്ല ഭംഗിയായിട്ട് എഴുതി ഭടന് തിരിച്ചു കൊടുത്തു. ആ ഭടൻ ആ വ്യാഖ്യാനം കൊട്ടാരത്തിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അത് കൃത്യമായിരുന്നു. ആ കവിതയുടെ വ്യാഖ്യാനം എഴുതി കൊടുക്കുന്ന ആളെ ആ രാജ്യത്തെ രാജകുമാരിക്ക് വിവാഹം കഴിച്ചു കൊടുക്കും എന്നായിരുന്നു അവിടുത്തെ രാജാവിൻ്റെ നിശ്ചയം. അതിന് പ്രകാരം ആ രാജ്യത്തെ രാജകുമാരിയായ മൈത്രേയിയെ കൂർമ്മകുമാരന് വിവാഹം കഴിച്ചു കൊടുത്തു. ഇതും കൂടി കണ്ടതോടെ ഇളയ രാജ്ഞിയുടെ പുത്രന്മാർക്ക് അസൂയ സഹിക്കാതായി. അവർ അവരുടെ കൂടെയുള്ള കരിവേഷക്കാരനെ അവിടെ വിട്ടിട്ട് മുന്നോട്ട് തന്നെ നടന്നു. കൂർമ്മകുമാരനാണെങ്കിൽ തൻ്റെ ഭാര്യയോട് തൻ്റെ യാത്രയുടെ ഉദ്ദേശം പറഞ്ഞു. താൻ യാത്ര പുറപ്പെട്ടിട്ട് 24 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 6 ദിവസം കൂടെ ഉള്ളൂ. 6-ാം ദിവസവും താൻ തിരിച്ചു വന്നില്ലെങ്കിൽ തന്നെ കാണാൻ ഹിമാലയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് കൂർമ്മകുമാരൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ മൈത്രേയി എന്ന ഈ ഭാര്യ, അവൾക്ക് കുറേ ദിവ്യശക്തികളൊക്കെ ഉണ്ടായിരുന്നു, വളരെ ബുദ്ധിമതിയായിരുന്നു. ആ ഭാര്യ പറഞ്ഞു, അങ്ങ് ആരെ കാണാനാണ് പോകുന്നത് എന്നെനിക്ക് മനസ്സിലായി. അങ്ങ് കാണാൻ പോകുന്ന ഹിമാലയത്തിലുള്ള സുന്ദരി വളരെ ആഴമുള്ളൊരു തടത്തിലാണ് പാർക്കുന്നത്. ആ തടത്തിന് മുകളിലുള്ള ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വള്ളി ആ തടത്തിലേക്ക് താഴ്ന്നു കിടപ്പുണ്ട്. അതിൽ പിടിച്ച് തൂങ്ങി വേണം അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ. എന്നാൽ ആ വള്ളിയിൽ തൂങ്ങി ആരെങ്കിലും അവളുടെ മുന്നിൽ ചെല്ലുകയാണെങ്കിൽ അവരെ അവൾ വിവാഹം കഴിക്കും എന്നവൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ നിങ്ങളെ കാണുമ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഓടിയെത്തും. അപ്പോൾ അവളോട് നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവളെ വിളിച്ചുകൊണ്ട് വരാൻ. ഇതൊക്കെ മനസ്സിലാക്കിയ കൂർമ്മകുമാരൻ വീണ്ടും തൻ്റെ സഹോദരന്മാരുടെ പിന്നാലെ ഓടിയെത്തി. അങ്ങനെ അവർ 3 പേരും കൂടി ഹിമാലയത്തിലുള്ള വലിയൊരു പർവ്വത ശിഖരത്തിൻ്റെ മേലെ എത്തി. ആ ശിഖരത്തിൽ നിന്ന് താഴെയുള്ള ഗർത്തത്തിലേക്ക് വലിയൊരു വള്ളി തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഇളയമ്മയുടെ മക്കളായ 2 രാജകുമാരന്മാരും ആ വള്ളിയിൽ കൂടി താഴേക്ക് ഊർന്നിറങ്ങാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ കൂർമ്മകുമാരൻ അവരെ 2 പേരെ അവിടെ നിർത്തിയിട്ട് ആ വള്ളിയിലൂടെ ഊർന്ന് താഴേക്കിറങ്ങി. താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വലിയ ഗുഹ കണ്ടു. ആ ഗുഹയിലൂടെ അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിലായിരുന്നു ഈ ഹിമാലയത്തിലെ ഹിമകുമാരി താമസിച്ചിരുന്നത്. അവളാണെങ്കിൽ വള്ളിയിൽ തൂങ്ങി തന്നെ കാണാനെത്തിയ ആളെ വിവാഹം കഴിക്കാനുള്ള നിശ്ചയത്തോടെ എഴുന്നേറ്റ് വന്നെങ്കിലും തൻ്റെ മാതാവിനോടെന്ന പോലെയാണ് കൂർമ്മകുമാരൻ അവരോട് പെരുമാറിയത്. ഹിമകുമാരിയോട് കൂർമ്മകുമാരൻ താൻ ആരാണെന്നും തൻ്റെ ഉദ്ദേശം എന്താണെന്നും പറഞ്ഞു. തൻ്റെ അമ്മയെപ്പറ്റിയും തൻ്റെ ഇളയമ്മയെപ്പറ്റിയും തൻ്റെ ഒപ്പം വന്ന സഹോദരന്മാരെ പറ്റിയും ഒക്കെ കൂർമ്മകുമാരൻ അവളോട് പറഞ്ഞു. തൻ്റെ പിതാവിനെ ഭാര്യയാക്കാൻ വേണ്ടി ഒപ്പം വരണം എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ച് വള്ളിയിലൂടെ ഊർന്ന് മുകളിലേക്ക് കയറി. മുകളിൽ ചെന്നപ്പോഴാണ് തൻ്റെ വാള് താഴെയായിപ്പോയി എന്ന് കൂർമ്മകുമാരന് മനസ്സിലായത്. അപ്പോൾ കുമാരൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാരോട് പറഞ്ഞു, തിരിച്ചുള്ള യാത്രയിലും ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം. അതിന് എൻ്റെ കയ്യിൽ എൻ്റെ വാൾ വേണം. അതുകൊണ്ട് ഞാൻ താഴെ പോയി വാളെടുത്തുകൊണ്ട് വരാം. കൂർമ്മകുമാരൻ വള്ളിയിൽ തൂങ്ങി വാളെടുക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഈ 2 രാജകുമാരന്മാരും കൂടി ചേർന്ന് ഈ വള്ളി വെട്ടിമുറിച്ച് കളഞ്ഞു. കൂർമ്മകുമാരൻ താഴേക്ക് വീണ് പാറയിൽ തല തല്ലി മരിച്ചുപോയി. ഇത് കണ്ട ഹിമകുമാരിക്ക് വലിയ സങ്കടം തോന്നി. ഇത്ര ധീരനായ ഒരു യുവാവായിരുന്നു കൂർമ്മകുമാരൻ. അവൻ്റെ മനസ്സ് മുഴുവൻ നന്മയായിരുന്നു. അവനെ ഇങ്ങനെ കൊന്നു കളഞ്ഞതിൽ അവർക്ക് ഈ 2 കുമാരന്മാരോടും വലിയ വിദ്വേഷം തോന്നി. അവർ കുമാരന്മാരെ വഴക്ക് പറഞ്ഞു. ഇങ്ങോട്ട് കയറി വന്ന വള്ളി കുമാരന്മാർ വെട്ടിമുറിച്ച് കളഞ്ഞതിനാൽ ഹിമകുമാരിക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ആ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റില്ല. അതുകൊണ്ട് മാളവം എന്ന രാജ്യത്തേക്ക് പോകാതെ അവർക്ക് മറ്റു മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹിമകുമാരി ഈ 2 രാജകുമാരന്മാരുടെ ഒപ്പം മാളവം എന്ന രാജ്യത്തേക്ക് യാത്രയായി. അവിടെ ചെന്ന് 2 രാജകുമാരന്മാരും കൂടി ചേർന്ന് തങ്ങളുടെ മിടുക്കുകൊണ്ടാണ് തങ്ങൾ ഈ ഹിമകുമാരിയെ കൊണ്ടുവന്നത് എന്ന ഭാവേന രാജാവിനെ ചെന്ന് കണ്ടു. രാജാവിന് വലിയ സന്തോഷമായി. തൻ്റെ മക്കളുടെ മിടുക്കിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. ഉടൻ തന്നെ ഹിമകുമാരിയുമായിട്ടുള്ള വിവാഹം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ ഹിമകുമാരി പറഞ്ഞു, എനിക്ക് ഉടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. എനിക്ക് 6 മാസത്തെ ഒരു ഗൗരി വ്രതം നോക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ അങ്ങേക്ക് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാജാവ് സമ്മതിച്ചു. അങ്ങനെ ഈ ഹിമകുമാരി രാജകൊട്ടാരത്തിൽ ഒരു വ്രതം നോറ്റിരുന്നു. അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് താഴേക്ക് വീണു പോയ കൂർമ്മ രാജകുമാരൻ മരിച്ചിട്ടില്ലെങ്കിൽ 6 മാസം കൊണ്ട് അവൻ ഈ കൊട്ടാരത്തിൽ തിരിച്ചു വരുമല്ലോ എന്നാണ്.
എന്തായാലും കൂർമ്മകുമാരൻ്റെ 3 ഭാര്യമാരും കാന്തിമതിയും കോകിലയും മൈത്രേയും തങ്ങളുടെ ഭർത്താവിനെ കാത്തിരുന്നിട്ട് കാണാതായപ്പോൾ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. അവർ 3 പേരും ഒരേ സമയത്താണ് ഹിമാലയത്തിലെത്തിയത്. അവർ പരസ്പരം കണ്ടുമുട്ടി പരിചയപ്പെട്ടു. സപത്നിമാരാണ് എന്ന് മനസ്സിലായി. അവർ 3 പേരും കൂടി ചേർന്ന് കൂർമ്മകുമാരനെ അവിടെ എല്ലാം തിരഞ്ഞു നടന്നു. അപ്പോൾ താഴെ മലയടിവാരത്തിൽ തല പൊട്ടി മരിച്ചു കിടക്കുന്ന കൂർമ്മകുമാരനെ കണ്ടു. അവർ വളരെ ബുദ്ധിമുട്ടി ആ കുഴിയിൽ ഇറങ്ങി ചെന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം നോക്കി അവിടെ ഇരുന്ന് വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ മൈത്രേയി എന്ന ഭാര്യ പറഞ്ഞു, നമ്മൾ 3 പേരും കൂടെ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇദ്ദേഹത്തിനെ ജീവിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. കാന്തിമതിയും കോകിലവും ചേർന്നിട്ട് ഇദ്ദേഹത്തിനെ നിവർത്തിക്കിടത്തി ഉടഞ്ഞ തലയൊട്ടി പിടിച്ച് നേരെയാക്കി വെക്കണം. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് മൈത്രേയി അടുത്തൊരു പൊയ്കയിൽ പോയി കുളിച്ചിട്ട് വന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് അതിഗാഢമായിട്ട് പ്രാർത്ഥിച്ചു. മൈത്രേയിക്കും ദിവ്യശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ പ്രാർത്ഥന ശ്രീപരമേശ്വരൻ കേൾക്കുകയും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ഒരു കമണ്ഡലുവിൽ കുറച്ച് ജലവും ഒരു ചെറിയ ദണ്ഡും അവൾക്ക് കൊടുക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചുകൊണ്ട് ആ മൃതശരീരത്തിന് 3 വലം വെച്ച് മൈത്രേയി ആ ജലം ആ അദ്ദേഹത്തിന് മേലെ തളിച്ചു. എന്നിട്ട് ആ ദണ്ഡ് കൊണ്ട് ഒന്ന് തട്ടിയപ്പോൾ ഉറക്കത്തിൽ നിന്നെന്ന പോലെ രാജകുമാരൻ ഉണർന്ന് എഴുന്നേറ്റ് വന്നു. ഭാര്യമാർക്ക് 3 പേർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ഈ ഭാര്യമാരെ 3 പേരെയും ചേർത്തുകൊണ്ട് കൂർമ്മകുമാരൻ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു നടന്നു. ആദ്യം മൈത്രേയി എന്ന രാജകുമാരിയുടെ കൊട്ടാരത്തിലാണ് ചെന്നത്. അവിടെ നിന്ന് അവിടുത്തെ രാജാവ് സ്ത്രീധനമായിട്ട് കൂർമ്മകുമാരന് കുറേ സൈന്യത്തെയും ആഭരണങ്ങളും ഒക്കെ കൊടുത്തു. അതും കൊണ്ട് അവർ നടന്ന് കോകില എന്ന രാജകുമാരിയുടെ കൊട്ടാരത്തിലെത്തി. അവിടെ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കൾ ദാനം ചെയ്തു. അതുകൊണ്ട് കൂർമ്മകുമാരൻ വീണ്ടും മുന്നോട്ട് നടന്നു. അവർ കാന്തിമതിയുടെ രാജ്യത്തെത്തി. അവിടെ നിന്നും കൂർമ്മകുമാരന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. ഒരുപാട് ഭടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് കൂർമ്മകുമാരൻ തൻ്റെ രാജ്യത്തെത്തി. രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അദ്ദേഹം വന്ന് നിന്നു. ഇതാരും അറിയാതെ തൻ്റെ ഭാര്യമാരെയും കൊണ്ട് അമ്മയെ ചെന്ന് കണ്ടു. തൻ്റെ ഒളിവ് താമസം കുറച്ചു കാലം കൂടി വേണ്ടതുകൊണ്ട് തൻ്റെ കൂടെ വന്ന സൈന്യത്തിനെ എല്ലാം കുറച്ച് അകലെയായിട്ട് താമസിപ്പിച്ചിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യമാരെ അമ്മയെ ഏൽപ്പിച്ചു. കുറച്ചു കാലത്തേക്ക് ആരും അറിയാതെ ഈ ഭാര്യമാരെ വീട്ടിൽ താമസിപ്പിക്കണം എന്ന് പറഞ്ഞു. കൂർമ്മകുമാരനാണെങ്കിൽ ദേഹം മുഴുവൻ വീണ്ടും കരി പുരട്ടി നഗരത്തിൻ്റെ അതിർത്തിയിൽ ഒളിച്ചിരുന്നു. അപ്പോഴേക്കും ഹിമാലയത്തിൽ നിന്ന് വന്ന ഹിമകുമാരിയുടെ 6 മാസത്തെ വ്രതം അവസാനിച്ചു. 6 മാസമായിട്ടും കൂർമ്മകുമാരൻ വരാതിരുന്നപ്പോൾ അവൻ മരിച്ചുപോയി കാണണം എന്ന് അവർക്ക് തോന്നി. എന്നാലും ഒരു തവണ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി അവർ മഹാരാജാവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വ്രതം സമാപിച്ചു, നമുക്കിനി വിവാഹം കഴിക്കാം. അപ്പോൾ എൻ്റെ വിവാഹം നടക്കണമെങ്കിൽ 7 കടലുകൾക്കപ്പുറത്തുള്ള കോദണ്ഡ വനത്തിൽ നിന്ന് നീല നിറമുള്ളൊരു താമരപ്പൂവുണ്ട്. അത് കൊണ്ടുവന്ന് എൻ്റെ തലയിൽ ചൂടിത്തരണം. ആ പൂവ് തലയിൽ ചൂടിക്കൊണ്ട് വിവാഹം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ പൂവിന് 1000 ഇതളുകളുണ്ട്. ഇന്ദ്രനീലം പോലെ തിളക്കമുള്ളതാണ് ആ പൂവ്. അത് കൊണ്ടുവരാൻ അങ്ങ് ഏർപ്പാട് ചെയ്യണം. ഹിമകുമാരി ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സാധാരണ മനുഷ്യർക്ക് ആ പൂവ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അവർക്കറിയാമായിരുന്നു. കൂർമ്മകുമാരൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് അറിയുകയും അവൻ പോയി ആ പൂവ് കൊണ്ടുവരികയും ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. രാജാവ് തൻ്റെ 2 മക്കളെയും വിളിച്ച് 7 കടലുകൾക്കപ്പുറത്ത് പോയി ആ നീല താമരപ്പൂ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ 2 പേരും കൂടി കടൽ തീരത്ത് പോയി കടലിലേക്ക് നോക്കി നിന്നു. ഒരു കടൽ കടക്കാൻ തന്നെ പ്രയാസം, പിന്നെ എങ്ങനെ 7 കടൽ കടക്കും? ഈ സമയത്ത് കൂർമ്മകുമാരൻ അമ്മയോട് എന്ന് പറഞ്ഞു, അമ്മേ, എൻ്റെ 2 സഹോദരന്മാരും കടലിൻ്റെ കരയിൽ പൂ പറിക്കാൻ വേണ്ടി പോയി നിൽപ്പുണ്ട്. അവർക്ക് ഒരു കടൽ കടക്കാൻ പോലും പറ്റില്ല, പിന്നാണോ 7 കടൽ കടക്കുന്നത്? ഞാൻ അവരെ പോയി സഹായിച്ചിട്ട് വരാം. അപ്പോൾ ഇത് കേട്ട മൈത്രേയി പറഞ്ഞു, അങ്ങ് തന്നെ പോയാൽ അങ്ങേക്ക് ആ പൂ കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. രാജകുമാരി കൂർമ്മകുമാരന് 7 കല്ലുകൾ കൊടുത്തു. ഒരു ഓലയിൽ എന്തോ എഴുതി ഒരു കത്തും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഓരോ കടലിലും ചെല്ലുമ്പോൾ ഈ ഓരോ കല്ല് കടലിലേക്ക് എറിയണം. അപ്പോൾ കടൽ അങ്ങേക്ക് വഴി മാറിത്തരും. അങ്ങനെ 7 കടലും കടന്ന് ചെല്ലുമ്പോൾ വലിയൊരു തടാകത്തിൻ്റെ കരയിലെത്തും. ആ തടാകത്തിലാണ് നീല താമരപ്പൂക്കൾ വിരിയുന്നത്. അവിടെ ഒരു ഭീകരനായ രാക്ഷസനുണ്ട്. ആ രാക്ഷസൻ്റെ കയ്യിൽ ഞാൻ തരുന്ന കത്ത് കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അത് അങ്ങേക്ക് പൂക്കൾ പറിച്ച് തന്നോളൂ. അങ്ങനെ ദേഹം മുഴുവൻ കരി പുരട്ടിയ കൂർമ്മകുമാരൻ
കടൽ തീരത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ തൻ്റെ 2 സഹോദരന്മാരും വിഷണ്ണരായിട്ട് കടലിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അവർ നോക്കുമ്പോൾ ഉണ്ട് തങ്ങൾ കുഴിയിലെറിഞ്ഞ് കൊന്നുകളഞ്ഞ കൂർമ്മകുമാരൻ അവിടെ നിൽക്കുന്നു. ഈ കാട്ടാളനെ എങ്ങനെ കൊന്നാലും ഇവൻ ചാവുന്നില്ലല്ലോ എന്നവർ കരുതി. കൂർമ്മകുമാരനാണെങ്കിൽ വളരെ സ്നേഹത്തോടെ അവരോട് ചെന്ന് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പൂ പോയി പറിച്ചുകൊണ്ട് വരാം, നിങ്ങളിവിടെ കരയിൽ നിന്നാൽ മതി. അങ്ങനെ കൂർമ്മകുമാരൻ 1ാമത്തെ കല്ലെറിഞ്ഞു. അപ്പോൾ ആ കടൽ 2ആയിട്ട് വഴിമാറി. കൂർമ്മകുമാരൻ മുന്നോട്ട് നടക്കും തോറും കടൽ വീണ്ടും ഒന്നിച്ചുകൂടി. അതോടെ രാജകുമാരന്മാർക്ക് പിന്നാലെ ചെല്ലാൻ പറ്റാതായി. 2ാമത്തെ കടലിൻ്റെ കരയിലും ചെന്നിട്ട് കൂർമ്മകുമാരൻ കല്ലെറിഞ്ഞു. അപ്പോൾ കടൽ അവന് വഴിമാറി കൊടുത്തു. അങ്ങനെ തന്നെ കൂർമ്മകുമാരൻ 3ാമത്തെ, 4ാമത്തെ, 5ാമത്തെ, 6ാമത്തെ, 7ാമത്തെയും കടൽ കടന്നു. 7ാം കടലിനപ്പുറത്ത് വലിയൊരു തടാകം കണ്ടു. തടാകത്തിൽ നിറയെ നീല നിറമുള്ള 1000 ഇതളുള്ള താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണുന്നതിന് നല്ല ഭംഗിയായിരുന്നു. അതിന് കാവലായിട്ട് ഭീകരനായ ഒരു രാക്ഷസനുണ്ടായിരുന്നു. കൂർമ്മകുമാരനെ കണ്ടപ്പോഴേ രാക്ഷസൻ ഓടിയടുത്തു. അപ്പോൾ കുമാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്ത് രാക്ഷസൻ്റെ കയ്യിൽ കൊടുത്തു. അത് വായിച്ചതോടെ രാക്ഷസൻ സൗമ്യനായി. കൂർമ്മകുമാരനെ വിളിച്ചുകൊണ്ട് രാക്ഷസൻ തടാകത്തിൻ്റെ കരയിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് 5 താമരപ്പൂക്കൾ പറിച്ച് കുമാരൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങയ്ക്ക് തിരിച്ചു പോകാൻ കല്ലുകളൊന്നും കൈവശമില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു മുതലയെ അയക്കാം. ഈ മുതലയുടെ പുറത്ത് കയറി പോയാൽ മതി, അത് അങ്ങയുടെ നാട്ടിൽ കൊണ്ടുവിട്ടോളൂ. അങ്ങനെ രാക്ഷസൻ ഒരു വലിയ മുതലയെ വരുത്തിയിട്ട് അതിൻ്റെ പുറത്ത് കൂർമ്മകുമാരനെ കയറ്റിയിരുത്തി. മുതല 7ാം കടലും 6ാം കടലും 5ാം കടലും അങ്ങനെ 1ാം കടൽ വരെ നീന്തി ഇപ്പുറത്ത് വന്ന് കൂർമ്മകുമാരനെ കരയിൽ കൊണ്ടുവിട്ടു. കൂർമ്മകുമാരനെ കണ്ടതും രാജകുമാരന്മാർ ഓടി വന്ന് ആ പൂക്കൾ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് രാജകൊട്ടാരത്തിലേക്ക് ഓടി. പൂക്കൾ രാജാവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. രാജാവിന് ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. തൻ്റെ മക്കൾ എത്ര വലിയ മിടുക്കന്മാരാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ആ പൂക്കൾ കയ്യിൽ വാങ്ങിയ അദ്ദേഹം അതുമായിട്ട് തൻ്റെ പുതിയ വധുവിൻ്റെ അടുത്തെത്തി. പൂക്കൾ അവരുടെ കയ്യിൽ കൊടുത്തു. ആ പൂക്കൾ കണ്ടപ്പോൾ ഹിമകുമാരിക്ക് മനസ്സിലായി കൂർമ്മകുമാരൻ മരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ പൂക്കൾ തൻ്റെ കയ്യിൽ വരില്ലായിരുന്നു. അവന് മാത്രമേ ഇത്ര ദൂരം യാത്ര ചെയ്ത് ആ പൂക്കൾ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഹിമകുമാരി പറഞ്ഞു, ഇവ തന്നെയാണ് ഞാൻ കാത്തിരുന്ന നീലത്താമരപ്പൂക്കൾ. നാളെ തന്നെ നമ്മളുടെ വിവാഹം നടത്താം, വേഗം ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ. അങ്ങനെ മാളവ മഹാരാജാവ് തൻ്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. എല്ലാ സാമന്ത രാജാക്കന്മാരെ ഹാജരായി വിവാഹത്തിന് വേണ്ടിയിട്ട് വധുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് വന്ന ഈ ഹിമകുമാരി പറഞ്ഞു, അങ്ങയുടെ താലി എൻ്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ തല കുനിച്ച് തരണമെങ്കിൽ അങ്ങയുടെ മൂത്ത ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ മകനെയും 3 ഭാര്യമാരെയും ഇവിടെ കൊണ്ടുവരണം. അത് വെറുതെ കൊണ്ടുവന്നാൽ പോരാ, അങ്ങ് തന്നെ പോയി ക്ഷണിക്കണം. തനിക്ക് മൂത്ത ഭാര്യ ഉണ്ടെന്ന് രാജാവിന് അറിയാമെങ്കിലും അവർക്ക് ഒരു മകനോ ആ മകന് 3 ഭാര്യമാരോ ഉണ്ടെന്ന് രാജാവിന് അറിഞ്ഞുകൂടായിരുന്നു. ഹിമകുമാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ രാജാവിന് വലിയ അത്ഭുതമായിപ്പോയി. രാജാവ് തൻ്റെ മൂത്ത ഭാര്യയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ തേജസ്വിയായ തൻ്റെ മകനെ അദ്ദേഹം കണ്ടു. അവന് വലിയൊരു സൈന്യവും അളവറ്റ സ്വത്തുക്കളും സ്വന്തമായി ഉണ്ടെന്ന് അദ്ദേഹം കണ്ടു. അവൻ്റെ 3 സുന്ദരിമാരായ ഭാര്യമാരെയും കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിഞ്ഞതേയില്ലല്ലോ, എനിക്കറിയാൻ കഴിയാതെ പോയല്ലോ. രാജാവും മൂത്ത രാജ്ഞിയും പുത്രനും പുത്രഭാര്യമാരും അങ്ങനെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇളയ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ വാദ്യഘോഷം തുടങ്ങി. വിവാഹശേഷം ഹിമസുന്ദരി കൂർമ്മകുമാരൻ്റെ കഥ എല്ലാവരോടുമായിട്ട് വിശദീകരിച്ചു. കഥ കേട്ട എല്ലാവരും സ്തബ്ധരായിപ്പോയി. തന്നെ ഹിമാലയത്തിൽ വന്ന് അഗാധഗർത്തത്തിൽ ഇറങ്ങി വിളിച്ച് മുകളിൽ കയറ്റിവിട്ടത് കൂർമ്മകുമാരനാണ് എന്നവൾ പറഞ്ഞു. അവനെ തള്ളിയിട്ട് കൊല്ലാനാണ് മറ്റു രാജകുമാരന്മാർ ശ്രമിച്ചത്. താൻ വേണമെന്ന് പറഞ്ഞ പൂക്കൾ കൊണ്ടുവന്നതും മറ്റാരുമല്ല, കൂർമ്മകുമാരൻ തന്നെയാണ്. മറ്റാർക്കും അതിന് പറ്റുകയില്ല. ഇതൊക്കെ കേട്ട രാജാവ് തൻ്റെ ഇളയ 2 മക്കളെയും കൊല്ലാനാഞ്ഞു. അപ്പോൾ കൂർമ്മകുമാരൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അവരറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, അങ്ങ് അവരോട് ക്ഷമിക്കണം. കൂർമ്മത്തിൽ നിന്ന് വന്ന തൻ്റെ തേജസ്വിയായ മകന് രാജാവ് രാജ്യം ദാനം ചെയ്തു. എന്നിട്ട് തൻ്റെ പത്നിമാരോടുകൂടി മാളവ്യൻ വിശ്രമ ജീവിതം ആരംഭിച്ചു. സഹോദരന്മാരെ സാമന്ത രാജ്യങ്ങൾക്ക് അധിപരാക്കി തീർത്തുകൊണ്ട് കൂർമ്മകുമാരൻ വളരെ കാലം മാളവ രാജ്യം ഭരിച്ചു. അദ്ദേഹം വളരെ നല്ല രാജാവായിരുന്നു. തൻ്റെ 3 ഭാര്യമാരെയും അദ്ദേഹം ഒരുപോലെ പരിഗണിക്കുകയും രാജ്യത്തെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.